ഇന്നത്തെ ചിന്താവിഷയം പരീക്ഷിക്കപ്പെടുമ്പോൾ. അന്ന് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനെ യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് ആത്മാവായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിതത്തിൽ പരീക്ഷകൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ അവയിൽ നിന്ന് ഓടി അകലുകയല്ല, മറിച്ച് അവയെ സധൈര്യം നേരിടുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന് വചനം പറയുന്നത്. അതേസമയം സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടതിനാലല്ല പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം. ആകയാൽ സ്നേഹിത, മഹാദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന തിരിച്ചറിവ് ഇയ്യോബിനുണ്ടായിരുന്നു. അതെ, ഈ തിരിച്ചറിവോടെ ജീവിക്കുന്നതിനുള്ള കൃപയ്ക്കു വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ യാചനകൾ. അതേസമയം നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, മത്തായി 6:13 എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.